വള വേണ്ട. ഊത്തസ ഇഷ്ടം. ഊത്തസ ഒരു പാട്ട് പഠിത്തരോ? കൊന് ജ്യൂസ് മരുന്നല്ലേ വേണ്ടത് ആദ്യം. ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉച്ച മുതൽ ഒരു രാത്രി വരെയുള്ളൊരു ദിവസം അതാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് നമുക്ക് ചോറിന് നല്ല ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, അയില പൊരിച്ചതുണ്ടായിരുന്നു, ചെമ്മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ അമ്മേൻ്റെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടായിരുന്നു, പിന്നെ നല്ല ചക്ക ഇടിച്ചക്കയില്ലേ അത് ഞാൻ നിന്നുകൊണ്ടായിരുന്നു പൊക്കിക്കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ അത്. പിന്നെ അതല്ലേന്ന് അപ്പം അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കുവാന്ന്. റിക്കോർഡിനും ഫുഡൊക്കെ കഴിച്ചു. അപ്പം റിക്കോർഡിന് ഫോണ് കാണണമെന്ന് പറഞ്ഞു. അവനിടക്ക് അച്ഛൻ വന്നിട്ട് ഫോണ് നോക്കലുണ്ട്. പിന്നെ ഞാനൊരു ഈ ഫോണിൽ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് കണ്ടിട്ട് ചെറുതായിട്ടൊരു ഫോണ് വേണമെന്നുള്ളതിലെത്തും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ ഫോണ് നോക്കിയിട്ട് കണ്ണ് പൊട്ടിപ്പോയില്ലെന്ന് പറഞ്ഞിട്ട് കണ്ണാടി നോക്കാൻ വന്നതാ. കണ്ണ് അവിടെ തന്നെ ഉണ്ടോയെന്ന് നോക്കാൻ. അമ്മമ്മ പൊട്ടിച്ചേ. ഈ 2020 തുടങ്ങിയ പിന്നെ എന്താ പറയണ്ടേ, ഫുള്ള് ഒരു സുഖമില്ലാത്തൊരു ഇതാണ്. കാലാവസ്ഥേൻ്റെ ഇതെല്ലാം കൊണ്ട് തന്നെ ആയിരിക്കും. എനക്കും അത് റിക്കൂട്ടനും ഇപ്പം ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ കഫം ശരിക്കും അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അവന് മരുന്ന് കൊടുക്കാനുണ്ട്. ഇനി മൊത്തത്തിൽ വീടെല്ലാം വൃത്തിയാക്കാനുണ്ട്. വേറെ എന്താ പറയുക, നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്നല്ലാണ്ട് വേറെ മൊത്തം അലങ്കോലപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പം അതെല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കാനുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഉച്ചവരെ ഇങ്ങനെ വെറുതെ ഫോൺ നോക്കലും, വെറുതെ മീൻസ് എൻ്റെ ബിസിനസ് കാര്യങ്ങൾ അങ്ങനെ നോക്കി, പിന്നെ കുറച്ച് റീൽസ് കണ്ട് അങ്ങനെ ഇങ്ങനെ കിടന്ന് കേട്ടോ. ഞാൻ തന്നെ വിചാരിക്കും എൻ്റെ എത്ര പ്രൊഡക്റ്റീവായിട്ടുള്ള നല്ല സമയം ഞാൻ കളയുന്നതെന്ന്. ഒരു ജോലിയാണ് ശരിക്കായിട്ടുമില്ല. അപ്പം അങ്ങനെ റിക്കൂട്ടിന് ഞാൻ എന്താ മരുന്ന് കൊടുക്കാനിരുന്നിട്ടുണ്ട്. റിക്കു ഇപ്പം എന്തിനാ കരയെന്ന് പറഞ്ഞാൽ അമ്മ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് പുറത്ത് പോയിട്ട് കളിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം പുറത്താണ് ഞാൻ സൈക്കിൾ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നതല്ല, മണ്ണ് വാരി പൊടിയിലിങ്ങനെ കളിക്കും. അപ്പോൾ പിന്നെ അസുഖം വന്നാൽ നമുക്ക് തന്നെയല്ലേ പണി. അതുകൊണ്ട് പുറത്തിറക്കാണ്ട് നിൽക്കുന്നതാണേ. മാന് വന്നാ ഇതാ വേഗെടുത്ത് കുടിച്ചോ, കുടിച്ചോ. റിക്കൂട്ടം കുടിച്ചോ. വാ കാണിക്ക്. മാന് കുടിക്കൂല ബാ ആ കാണിക്ക്. റിക്കൂട്ടം കുടിച്ചിട്ട് അടുത്തത് മാനിന് കൊടുക്കാം. എന്നാ മതി വേഗം ഇതാ ഡോക്ടർ ആയിമെന്ന് അടി കിട്ടും. വാ നല്ല മോനായിട്ട് ഒറ്റക്ക് കുടിക്ക് വേഗം, അത് മറിഞ്ഞു പോകൂടാ. മാന് കുടിച്ച് ഇനി റിക്ക് കുടിക്ക്. റിക്കുന് ഈ ഒരു വെള്ളം മരുന്ന് നല്ല ഇഷ്ടമാണ്. പായസം മരുന്ന് എന്നിട്ട് വേഗം കുടിക്കും. എന്നാൽ ഒരു സമയത്ത് ഈ മരുന്നും കുടിക്കലില്ലായിരുന്നു അവൻ. അന്നേരം നമ്മൾ ഹോമിയോ ആണ് കാണിച്ചത്. ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല, ഇത് കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റേതാ കഫത്തിൻ്റെത് കഴിക്കുന്നതായതുകൊണ്ട് അതൊരു വലിയ വേണ്ടാത്ത പോലെയാണ്. എന്നാലും കുടിക്കലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ സമയത്ത് കൊടുത്തിട്ട് വെക്കുന്നേരം മറ്റേത് തീരെ കുടിക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ. അതാ ഞാൻ നീട്ടുന്നതിൽ തന്നെ ഓൻ ബാക്കോട്ട് പോവുക ചെയ്യുന്നത്. പിന്നെ ഓനത് എടുത്തിട്ട് ഇതാക്കിയിട്ട് നോക്കുമ്പോൾ കുറച്ചവിടെ മറിഞ്ഞു പോയി. അപ്പം അമ്മ അതിൻ്റെ ബാക്കി കുടിച്ച്, അതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ കൊടുത്തപ്പോൾ ഇത് കുടിച്ചത് കേട്ടോ. എന്നാടാ ഇത് കുടിക്കുക, എന്നിട്ട് അമ്മമ്മക്ക് കഴുകാൻ കൊടുത്തിട്ട് വായിലിട്ടിട്ട് ബാ.
വേഗറിക്കോ പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസിൻ്റെ അകത്തുള്ള കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആർക്കെങ്കിലും ഡ്രസ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ മറക്കണ്ട. താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് വന്നിട്ട് ഈ ഒരു നമ്മളെ ടോപ്പാണ്, നമ്മളെ ഫസ്റ്റ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പം ഫ്രണ്ടിൽ ഇതുപോലെ ത്രെഡ് വർക്കും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ലൈനിങ് ഇല്ല, നല്ല അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം വേണ്ടവരെന്തായാലും നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ആലിയ കട്ടിൽ വരുന്ന ഒന്നാണ് ഇത്. മറ്റേത് നമുക്ക് ലാർജ് എക്സൽ അല്ല, എക്സൽ, ഡബിൾ എക്സൽ, ത്രിബിൾ എക്സൽ ആണെന്നുള്ളത്. ഇത് വന്നിട്ട് നമുക്ക് ഡബിൾ എക്സൽ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ ഇത് വന്നിട്ട് 4XL ടോപ്പാണ്. ഇതിൻ്റെ വേറെ 2 കളറും കൂടി നമുക്കുണ്ട്. അപ്പോൾ പുറകിലേക്ക് കെട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ നീലയും പിന്നെ റോസും, ഈ 2 കളറാണ് നമുക്ക് ഉള്ളത് കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു ഫീഡിങ് ടോപ്പാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ സിപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് നോൺ ഫീഡിങ്ങുകാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ വീട്ടിന് ബാക്കിലുള്ള ഒരു ഏച്ചിൻ്റെ ഇത് വേറെ ഇതിൻ്റെ നീല ഒരു കളറുണ്ട്, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന് ഒറ്റ പീസ് മാത്രമേ ബാക്കിയുള്ളൂ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്, ഇട്ടാൽ നല്ല സുഖം ഉണ്ടാകും. പിന്നെ വന്നിട്ട് ഈ ഒരു ഫ്രോക്കാണ്, ഫീഡിങ് ടോപ്പ് എക്സൽ സൈസാണ്. ഇത് വന്നിട്ട് ഫ്രോക്കാണ്. ഇത് ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പുറകിലേക്ക് കെട്ടും കനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ റിക്കു ഒരു ടീഷർട്ടും പൊക്കി പിടിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൊളുത്തിയിടാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കാണ്. ഇതുപോലെ തന്നെ പുറകിലേക്ക് കെട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ടൈപ്പാണ്. ഇതിൻ്റെയും പകുതി വരെയാണ് ലൈനിങ് വന്നിട്ടുള്ളത്, താഴേക്ക് ലൈനിങ് ഇല്ല. ഇട്ടാൽ നമ്മൾ ഡ്രസ്സ് ഇട്ടിരുന്നേ നമുക്ക് ഫീൽ ചെയ്യില്ല, അങ്ങനത്തെ ഒരു ടോപ്പാണ്. അപ്പം അത് വന്നിട്ട് മീഡിയം ടു എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഈ ഒരു 3XLൻ്റെ ചുരിദാർ സെറ്റാണ്. ഇത് നമ്മളെ സ്റ്റോക്കിൽ ഇനി ഒറ്റൊരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ചടപടേന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ത്രിബിൾ എക്സലാണ് സൈസ് വരുന്നത്. ഡബിൾ എക്സലുകാർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇതാണ് പാൻറ്റ്, അതാണ് അതിൻ്റെ ഷോൾ വരുന്നത്. പിന്നെ നമുക്കുള്ള വേറൊരു ഫ്രോക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രോക്കാണ്. നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ വേറൊരു പ്രിൻറ്റ്, ഇതും ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇതും ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുട്ടികളുടെ നല്ലൊരു ഫ്രോക്ക് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കാണ്, നല്ല പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. കൈൻ്റെ ഭാഗം കോട്ടൺ അല്ല കേട്ടോ. അതുപോലെ തന്നെ പുറകിൽ സിബല്ല, ബട്ടനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ അതിൻ്റെ അടുക്ക് റിക്കൂട്ടൻ ഞാൻ അടുക്കി പൊറുക്കി വെച്ചതെല്ലാം ഉരുട്ടിയിടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കളക്ഷനിലുണ്ടായിരുന്നതിൽ ചുരിദാർ മെറ്റീരിയൽ ബാക്കിയുള്ള ഒറ്റൊരു പീസാണ് ഈ കാണുന്നത്. അപ്പം ഇതൊരു കുട്ടി എന്നോട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിത് കവറിലാക്കി പാക്കാക്കി വെച്ചതാണ്. പക്ഷേ പൈസയും അയച്ചിട്ടില്ല, അഡ്രസ്സും അയച്ചിട്ടില്ല. അപ്പം അങ്ങനെ ആ ഒരവസ്ഥയിൽ പിന്നെ ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ച് വേണോ എന്ന് ചോദിച്ചിട്ട്, പക്ഷേ ഒരു റിപ്ലൈ ഇല്ല. ആൾ സ്റ്റാറ്റസും കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്, പക്ഷെ എൻ്റെ ചോദ്യത്തിന് മാത്രം ഉത്തരവില്ല. അപ്പം ഞാൻ എന്തായാലും അത് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യണേ. ബാട്ടിക് പ്രിൻ്റിലുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല മെറ്റീരിയലാണ്. അപ്പം വേണ്ടവർ മെസ്സേജ് ചെയ്യാം. പിന്നെ എന്താ നമ്മളെ വൃത്തിയാക്കൽ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പം പക്ഷെ ഇന്നലെ അവിടെ പോയ സമയത്ത് അച്ഛൻ കുറച്ച് ചില്ലറയും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടി ഞാൻ ഇട്ട് വെക്കുന്നൊരു കവറിലേക്ക് മാറ്റുവാന്നേ.
എൻ്റെ എക്സ്ചിരി കേട്ടിട്ടാരും പേടിച്ചു പോകണ്ട. അപ്പം സംഭവം റിക്കൂട്ടിന് അമ്മേൻ്റെ അടുത്തേക്ക് പോയ സമയം നോക്കിയിട്ട് ഞാൻ ആ ചില്ലറ എടുത്ത് മാറ്റിയതാണ്. അപ്പം റിക്കു കണ്ടാൽ എന്തായാലും അത് പിടിച്ച് വലിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ മാറ്റുമ്പോഴേക്കും ഓടി വന്ന്. അപ്പോൾ അതിന് ഞാൻ ചിരിച്ചതാണ് കേട്ടോ. പിന്നെ അതാ എന്താ പറയുക, റൂമെല്ലാം വൃത്തിയാക്കി വെച്ചു. ഇനി നമുക്കിതാ ഒന്ന് അകത്ത് പരിപാടികളെല്ലാം എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് റിക്കൂട്ടം മുറ്റത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്നിട്ടുണ്ടായിന്. അപ്പം ഞാൻ റിക്കുവിനോട് നമുക്ക് രണ്ടാക്കും കൂടി ഇതെല്ലാം എടുത്ത് വെക്കാം. ഈ വലിച്ചിടലേ ഉള്ളൂ, ഓൻ ഈ സാധനം കൊണ്ടൊന്നും കളിക്കൊന്നുമില്ല കേട്ടോ. റിക്കുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്താൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം ഞാനത് എടുത്തപ്പോൾ അവൻ പറഞ്ഞ് ആടെ വെച്ചേ. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയാം, എനിക്ക് എടുക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഫോൺ പിടിച്ച് കേട്ടാ. അങ്ങനെ കളിപ്പാട്ടം എടുത്തു വെക്കലിന് ശേഷം വേഗം അകലെല്ലാം അടിച്ച് വാരി. എവിടുന്നാണ് ഇത്രയധികം പൊടി വരുന്നതെന്ന് പടച്ചോനറിയാം. ഇവിടെ മൊത്തം ഇത് രണ്ടാടിയല്ല അങ്ങനെ തന്നെ. നമ്മെല്ലാം മിനിറ്റ് വെച്ച് അടിച്ച് വാരും, എന്നാലും പൊടി ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയിൽ റിക്കുവിന് കളിക്കാൻ മാസ്ക് കൊടുത്തതാണ്. അവനാണെങ്കിൽ അതിൻ്റെ ആ കണ്ണി പൊട്ടിച്ച് കളഞ്ഞു. അപ്പം പിന്നെ അതും ആ വേസ്റ്റിലിട്ട്. അങ്ങനെ ഇതാ കളിപ്പാട്ടെല്ലാം വാരി വെച്ചു, അകലടിച്ച് വാരി റിക്കൂട്ടിൻ്റെ വണ്ടിയെല്ലാം ഒതുക്കി വെച്ചു. അങ്ങനെ വൃത്തിയാക്കി വെച്ച് പിന്നെ ഞാൻ കിടന്ന് റീൽസ് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പം അച്ഛൻ വരുമ്പം ബ്രെഡും ബട്ടറും കൊണ്ടുവന്നിട്ടുണ്ടായിന്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ കട്ട്ലറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ. ഇപ്പം എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ റിക്കോർഡിന് അടുത്തുണ്ട്. എന്നെ റിക്കോർഡിനെയും കാണിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇടയ്ക്ക് റിക്കുവിൻ്റെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. പിന്നെ റിക്കു അച്ഛനൊന്നിച്ച് കടയിൽ പോയിട്ട് മുട്ടായെല്ലാം വാങ്ങി വന്നിട്ടുണ്ടായിന്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്താണെന്ന് അറിയില്ല, നല്ല മൂടായതുകൊണ്ട് ഒരു 2 കഷ്ണം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ മേലെല്ലാം കുളിച്ച് വന്നു, തല കുളിച്ചിട്ടില്ല. അപ്പം നെറ്റി കയറി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ യാതൊരു ഐഡിയ ഇല്ല. കൂട്ടത്തിൽ കുറേ കുരുക്കളും വന്നിട്ടുണ്ട്. ആ കുരുവിന് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, പിന്നെ റിക്കൂട്ടൻ ഇതാ കളിക്കുന്നുണ്ട് അവിടുന്ന്. അപ്പം അവിടുന്ന് ജോലിയിൽ നിന്ന് അമ്മ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഒരു പാട്ട് പാടിയേ, ഒരു പാട്ട് പാടിയേ, കിസ്മസ് പാട്ട് പാടിയേ, മെലിച്ചൻ്റെ ഫോണിലുള്ള പാട്ട് പാടിയേ. ഏത് പാട്ടാണ്? പൊത്തിച്ച് പതക്കം. സീവാട്ട്. വേണ്ട പൂജ. അപ്പം നമ്മളെ വീടിൻ്റെ മുകളിലത്തെ വീട്ടിൽ നമ്മൾ ശിവൂട്ടൻ എന്താ പടക്കം പൊട്ടിക്കുന്നുണ്ട് അതിനെ. അപ്പം അത് കണ്ടിട്ട് റിക്കൂട്ടൻ നല്ല സൊള്ള് വന്നിട്ട് പൊത്തിച്ചു പൊത്തിച്ചു എന്ന് പറഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. താ മറിഞ്ഞു മറിഞ്ഞു താ ഇത് പെൺകുത്തി ഇടുക. വേണ്ട വേണ്ട. ആടെ ഊവിണ്ട്. ആ എന്ത് ആടൊന്നും തേച്ചോടാത്. അത് നഖത്തിലിടുന്നത്, അമ്മേൻ്റെ നഖത്തിലിടുക. ഇല്ല ഒന്നും കുഞ്ഞു കുട്ടികൾ ഇടൂല. ആ മറിഞ്ഞോടാ കൈമലല്ലോ. താ ഇജിച്ചാ താ തന്നെ. അത് അച്ഛ അമ്മക്ക് മേച്ച് തന്നതാണേ. ഇല്ല അച്ഛ അമ്മക്ക് മേച്ച് തന്നതാ. ഇല്ല അച്ഛ അമ്മക്ക് മേച്ച് തന്നതാ. വേണ്ട. അല്ല അമ്മ അച്ഛ അമ്മക്ക് മേച്ച് തന്നതാ. അങ്ങനെ ആക്കണ്ട. ദാ കൊണ്ട് കയ്യിലാക്കണ്ട ഇച്ചിച്ചിയാ. പണ്ട് നിന്നാണ്ട് ഇതുപോലെ 2 കെട്ട് നെയിൽ പോളിഷ് കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലുള്ള സാധനമാണ് അത്. വിൽക്കുവാണെങ്കിൽ എങ്ങനെയോ എൻ്റെ കയ്യിൽ പെട്ടുപോയി. അപ്പം അതും എടുത്ത് കളിക്കും അത്. അതിൻ്റെ ഇടയ്ക്ക് അത് മേടിച്ച് വെച്ച്. പിന്നെ ഈ ചേച്ചീൻ്റെ കല്യാണത്തിനെങ്ങാനുള്ള നമ്മളെ എന്താണെന്നപ്പം അതിൻ്റെ പറയുക കോമ്പാക്ട് പൗഡറാണ്. അതെങ്ങാനാന്ന്. അത് കഴിഞ്ഞിട്ട് അവൻ അതെടുത്ത്. അപ്പം എങ്ങനെയല്ലോ എല്ലാ സാധനങ്ങളും തിരിച്ചെടുത്ത് വെച്ച് വേണം പറയാൻ വേണ്ടിയിട്ട്. വള കൊടുത്തപ്പോൾ പറഞ്ഞു വള വേണ്ട. നോട്ടസ് അങ്ങ് വെച്ചിന്. റിക്കൂട്ടിനെ കമ്മലാക്കിക്കൊണ്ട്. റിക്കൂട്ടൻ കുഞ്ഞു ഭാവിയല്ലേ. റിക്കൂട്ടൻ കൈ നക്കുന്നേരം റിക്കൂട്ടിൻ്റെ വയറ്റിലെത്തും. ഏട്ടന് വയറുവേദന വന്നിട്ട് ട്യൂബ് ആയത് ഓർമ്മയുണ്ടാ? നോ. അങ്ങനെ അംഗത്തിന് ശേഷം ഇതാ ചോറ് കഴിക്കാനിരുന്നു. ഉച്ചക്കത്തെ അതേ സംഭവങ്ങൾ തന്നെ രാത്രിയും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അത് കഴിച്ചു. അപ്പോൾ അപ്പോഴേക്ക് റിക്കൂട്ടനുണ്ട് അമ്മേൻ്റെ അടുക്കൽ അമ്മേൻ്റെ ബ്ലൗസ് എടുത്തിട്ടിരുന്നു. അമ്മേൻ്റെ പഴയ ബ്ലൗസ് ഉണ്ടായിനെ, അതും എടുത്തിട്ട് നടക്കുന്നുണ്ടായിരുന്നു.
പിന്നെ രാത്രിത്തേറ്റ് മരുന്ന് റിക്കുവിന് കൊടുത്തു. രാത്രി ഞാൻ നല്ല കുട്ടിയായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മരുന്നും വേഗം വാങ്ങിയിട്ട് കുടിച്ചു. അങ്ങനെ പിന്നെ റിക്കൂട്ടനെയും കിടത്തി ഉറക്കി ഞാനും ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. പിന്നെ നമ്മളെ കളക്ഷൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.